സാറേ, ഈ മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ 50 ദിവസത്തിലധികമായി ഈ നിരാഹാര സമരത്തിലാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ കോൺഗ്രസോ അതോടൊപ്പം തന്നെ CPM തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അവിടുത്തെ എറണാകുളത്തെ MP ആയ ഹൈബി ഈഡൻ പറഞ്ഞിരിക്കുന്നത്, മുനമ്പത്തെ സ്വദേശികൾ ആരെങ്കിലും അവിടെ നിന്ന് കുടിയിറക്കപ്പെടുമെങ്കിൽ താൻ തൻ്റെ MP സ്ഥാനം രാജിവെക്കുമെന്ന് അദ്ദേഹം ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും അത് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണോ? ഈ അവസാന ഘട്ടം എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വച്ചായിരിക്കുമോ ഇത്തരം ഒരു പ്രതികരണമായി വന്നിരിക്കുന്നത്? കാരണം ഇപ്പോൾ അവിടെ മാസങ്ങളായി തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടും ഈ രണ്ട് മുന്നണികളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ അവസാന ഘട്ടത്തിൽ എന്താണ് ഇത്തരം ഒരു ഗിമ്മിക്കുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത്? ഈ മൂന്നിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വിഷയം രണ്ട് മുന്നണികളും സജീവമായി ചർച്ച ചെയ്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ വഖഫിനെ, ഈ നിയമ ഭേദഗതിയെ എതിർക്കുന്നുമില്ലായിരുന്നു. അങ്ങനെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ നിന്നു. കാരണം മൂന്നിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പാണ്, വളരെ നിർണായകമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. മുന്നണികൾ എന്താണ്, പലരും അവിടെ നിന്ന് അങ്ങ് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇവരെന്തുകൊണ്ട് ഇവരുടെ ഈ ഒപ്പമുണ്ട്, ഒപ്പമാണ്, നിങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒളിച്ചു കളിക്കുകയാണ് LDFും UDFും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒപ്പത്തിനുണ്ടെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന എന്തിനു വേണ്ടിയാണ്? പിണറായി വിജയന് ഉത്തരവിട്ടാൽ പോരെ? ഇതിൻ്റെ അവകാശവാദം പിൻവലിക്കുക എന്നെന്തുകൊണ്ട് VD സതീശൻ പറയുന്നില്ല? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ, കാരണം മറുപക്ഷത്തെ ലീഗ് കക്ഷത്തിലിരിക്കുകയല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് മുന്നണികളും നല്ല ഒന്നാം തരം കാപട്യത്തിൽ നിൽക്കുകയാണ്. ഒരു കപടമുഖമാണ് ഇവർ മുനമ്പത്ത് എടുക്കുന്നത്. അവർ സഹനസമരം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ അവർ സഹന സമരത്തോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില അഡ്വക്കേറ്റ് ജയശങ്കറിനെയും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പോളിനെയും ഒക്കെ വിളിച്ചുള്ള ഒരു യോഗം നടക്കുകയുണ്ടായി. എന്നിട്ട് അവിടെ ഹൈബി ഈഡന്റെ കോലം കൊണ്ടുപോയി കത്തിച്ചു അറബിക്കടലിലോട്ട് എറിയുകയാണ് ചെയ്തത്. ഹൈബി ഈഡനും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി ഈ സംഗതി കൈവിട്ടു എന്ന് മനസ്സിലായി. കാരണം ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഹൈന്ദവ സമൂഹത്തിൻ്റെയും വോട്ടുകൾ അട്ടിമറിക്കപ്പെടുമെന്നുള്ളതാണ്. 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു തെരഞ്ഞെടുപ്പ് കോലാഹലത്തിലേക്ക് കടക്കാൻ പോവുകയാണ് കേരളം, തദ്ദേശം, നിയമസഭയും. അപ്പോൾ ഇതിൻ്റെ ഒരു അനുരണനം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നിവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹൈബി ഈഡനും VD സതീശനും അവിടെ ഓടിയെത്തി. ഹൈബി ഈഡൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഇനി നിങ്ങളിൽ ആരെങ്കിലും 160 കുടുംബമില്ലേ, ഏതെങ്കിലും ഒരാളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ MP പദവി രാജിവെച്ച് നിങ്ങളോടൊപ്പം വന്നിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒന്നാം തരം കാപട്യം തന്നെയാണ്. VD സതീശനും പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. അതൊരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ് VD സതീശൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സതീശന് എന്തുകൊണ്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇരു മുന്നണികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം അങ്കലാപ്പിൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ ക്രൈസ്തവ വോട്ടുകളുടെ ബലത്തിലാണ് ഹൈബി ഈഡൻ വിജയിച്ചിരിക്കുന്നത് എറണാകുളത്ത്. ഇപ്പം 2024 വലിയ വിജയമല്ലേ കൊയ്തത്? അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നല്ലൊരു തിരിച്ചടി ഉണ്ടാകും. അത് കേരളത്തിനോട് മുഴുവൻ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമാണ്. ഈ അവസരത്തിൽ LDFിനെയും ഇപ്പൊ ഹൈബി ഈഡന്റെ കോലം കത്തിച്ചു. ഇനിയിപ്പോൾ അടുത്ത നാളുകളിൽ ഹൈബി ഈഡന്റെ കോലമല്ല, VD സതീശനെയും കോലം കത്തിക്കും, പിണറായി വിജയന്റെയും കോലം കത്തിക്കും എന്നുള്ളതാണ് ഈ സ്പേസ്. ഇവിടെ ഇത് മുതലെടുക്കേണ്ടത് ആരാണ്? BJP ആണ്. ഈ കേരളത്തിലെ BJP ഇക്കാര്യങ്ങളിൽ അവസരം വരുമ്പോൾ അതിനനുസരിച്ച് ഉയരാനും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്രയോ അവസരങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഈ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട്
ഇവർക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഇവരുടെ വോട്ട്, ക്രൈസ്തവ സഭയുടെ മുഴുവൻ വോട്ട് ഇവർക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ്. ലത്തീൻ സഭയാണത്. ഇവിടെ ഈ ലത്തീൻ സഭ എപ്പോഴും കൂടുതലായിട്ട് നിൽക്കുന്നത് UDF-നോടാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിനോടാണ്. തിരുവനന്തപുരത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഭൂരിപക്ഷം നല്ല രീതിയിൽ കടന്നു വന്നു. ഏതാണ്ട് ഈ തീരദേശ വോട്ടുകളൊക്കെ എണ്ണുന്നതിന് മുമ്പ് 25,000 വരെ വോട്ടിൻ്റെ ലീഡിലാണ് നിന്നത്. പക്ഷെ തീരദേശത്തെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? രാജീവ് ചന്ദ്രശേഖർ താഴോട്ട് പോവുകയാണ് ചെയ്തത്. 15,000 വോട്ടിൻ്റെ കുറവിൽ മാത്രമാണ് തോൽവി സംഭവിച്ചത്. അത് എവിടെ നിന്ന് പോയതാണ്? ഈ ലത്തീൻ സഭയുടെ വോട്ടിൽ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊക്കെ തന്നെ മുനമ്പത്തും ഉണ്ടാകും എന്ന് കോൺഗ്രസ്സുകാർ ഭയക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ, ഇത് ഈ അവിടെയുള്ള ലത്തീൻ സഭ മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സഭയെ മുഴുവനായിട്ട് BJPക്ക് കയ്യിലെടുക്കാൻ കിട്ടിയിരിക്കുന്ന ഒരവസരമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്തില്ലേ ഇതുപോലെ? ഏറെ ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമല്ലേ, ധാരാളം പള്ളികളും ഉണ്ടല്ലോ, ആരാധനാലയങ്ങൾ. ഇവിടങ്ങളിലൊക്കെ സുരേഷ് ഗോപിക്ക് ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് വെച്ചുകൊണ്ട് BJPക്ക് ഉയരാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു, സംഘടനാ ചുമതലയുള്ള ഒരു തലപ്പത്തേക്ക് V മുരളീധരൻ വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സംഘടിതമായിട്ടുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് BJPയിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ളതാണ്. ഈ അവസരം സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJPക്ക്, ഇവിടുത്തെ കേരള ഘടകത്തിന് കഴിയാതെ പോകുന്നതിലാണ്. ഇപ്പം വഖഫിന്റെ മുനമ്പത്തിന്റെ അവകാശം പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നണികൾ വെള്ളം കുടിക്കാൻ പോകുമെന്നുള്ളതാണ്. LDF-ഉം UDF-ഉം എടുക്കുന്നത് വെറും കാപട്യമാണ്, വെറും കാപട്യത്തിൻ്റെ മുഖമാണ്. ഈ പിണറായി വിജയനും VD സതീശനും ഒന്ന് ജനം മുദ്ര കുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പല കാര്യങ്ങളായിട്ട് ഇവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അവസരം കിട്ടുമ്പോൾ പിണറായി വിജയൻ ലീഗിനെ ചേർത്ത് നിർത്തുന്നു. ചില സമയത്ത് അവർക്ക് തീവ്രവാദ സ്വഭാവമുള്ളവരാണ്. ഇസ്ലാമിക് ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, ഇവരുടെ സ്വഭാവമാണ് ലീഗിനുള്ളതെന്ന് പറയുന്നു. പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഇവരുടെ ഈ കള്ളത്തരം. ആ കള്ളത്തരം മനസ്സിലാക്കിയപ്പോൾ അതിനെ പൊളിച്ചടുക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ഇവിടുത്തെ BJPക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ BJPയെ കുറിച്ച് ഇവരെന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണകളാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അത് മുഴുവൻ മാറ്റിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് BJPക്ക് ഒരു വലിയ കുതിച്ചുകയറ്റം ഇതിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ, ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് മുഴുവൻ, ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള കുറച്ച് വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. CPM-ൽ നിന്നുള്ള ഈഴ വോട്ടുകളൊക്കെ BJPയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഈ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ LDF-ഉം UDF-ഉം യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുനമ്പത്ത്. അത് അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ എന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് മനസ്സിലാവുകയും ചെയ്തു. അതിൻ്റെ തിരിച്ചടി ഇവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭയിൽ ഈ ലോക്സഭ കാലയളവിൽ തന്നെ ഈ ബില്ല് പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ സമ്മേളന കാലയളവിൽ. പക്ഷെ അത് പരിഗണിക്കാൻ BJP സർക്കാർ തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് വൈകത്തൊന്നുമില്ല. അത് അതിൻ്റെ ക്രമം അനുസരിച്ച് കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. അത് വൈകത്തൊന്നുമില്ല, അവരത് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ്. കാരണം അതിനകത്ത് മോദി സർക്കാർ യാതൊരു തരത്തിലുള്ള അമാന്തവും കാണിക്കത്തില്ല, മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. പക്ഷേ അത് BJP ഇവിടെ ബോധ്യപ്പെടുത്തണം. അപ്പം ഈ വഖഫ് ഭേദഗതിയെ എതിർത്ത് പ്രമേയം വരെ ഇവർ പാസ്സാക്കിയില്ലേ മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട്? അതാണോ? എന്നിട്ട് പോയി മുനമ്പത്ത് വേറൊരു നാടകം കളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.